ഈ മേഖലയിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ കുറച്ച് മുന്നേ നിങ്ങൾക്ക് ഈ ബിസിനസിന്റെ ഈ ഒരു മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ മനോഹരമായ പ്ലാൻ നമ്മൾ കേട്ടു അല്ലേ? കേട്ടില്ലേ? ആദ്യമായിട്ട് വന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഉണ്ടോ? ഒത്തിരി പേരുണ്ട് അല്ലേ? ആദ്യമായിട്ട് വന്ന ആളുകളെ സംബന്ധിച്ച് ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്നും ശരിക്കും മനസ്സിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടാവില്ല. ഉണ്ടാവോ? ആഴ്ചയിൽ 2,10,000 എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ. ഉണ്ടോ? സാധാരണക്കാരായ ഒരാളെ സംബന്ധിച്ച് ആദ്യമായിട്ട് ഒരു പ്രോഗ്രാമിലേക്ക് വന്ന് ആഴ്ചയിൽ 2,10,000 കിട്ടും എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അല്ലേ? പക്ഷേ അതിനുശേഷം ആ പ്ലാന് പറഞ്ഞതിന് ശേഷം പല ആളുകളും ചെറിയ ചെറിയ വരുമാനം കിട്ടിയതൊക്കെ ഇവിടെ എക്സ്പീരിയൻസ് ചെയ്തു അല്ലേ? അപ്പോഴാണ് ചെറിയ രീതിയിൽ ഒരു മനസ്സിൽ എന്തായാലും കിട്ടും തോന്നും എന്നുള്ളൊരു വിശ്വാസത്തിലേക്ക് വന്നിട്ടുണ്ടാവും. അങ്ങനെയല്ലേ? അങ്ങനെയാണല്ലോ അല്ലേ? കാരണം കുറേ പേര് ഇവിടെ വന്നു, എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു. ശരിക്കും എല്ലാവരും എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതിൽ ആലോചിച്ച് നോക്കിയാൽ, അല്ലെങ്കിൽ അവർ പറഞ്ഞു കേട്ടത് വെച്ച് നിങ്ങൾക്ക് മനസ്സിലായ കാര്യം എന്താണ്? ആരും വലിയൊരു ബിസിനസ്സുകാരി ആവണം എന്ന് കരുതിയിട്ടൊന്നുമല്ല ആരും ഇവിടെ വന്നത് അല്ലേ? അല്ലേ? തുടക്കം മുതൽ ടീം കോർഡിനേറ്റേഴ്സ് ആയിട്ടും ഒക്കെ ഓരോരുത്തരും എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു. പലരും പ്രോഡക്റ്റ് ഉപയോഗിച്ചു, അവരവർക്ക് ഗുണം കിട്ടി, അങ്ങനെ മറ്റുള്ളവരിലേക്ക് റെക്കമെൻഡ് ചെയ്തു. അങ്ങനെ ഓട്ടോമാറ്റിക്കലി പല റാങ്കുകളും ചേഞ്ചായി പിന്നീട് ബിസിനസ് ശക്തമായി ഏറ്റെടുത്ത് വിജയിച്ച ആളുകളെയാണ് നമ്മൾ കണ്ടത്. അങ്ങനെയാണല്ലോ അല്ലേ? തീർച്ചയായും എനിക്കും ഇതേ അവസ്ഥ തന്നെയായിരുന്നു. വലിയൊരു ബിസിനസ്സുകാരി ആവണം എന്നൊന്നും കരുതിയിട്ടുണ്ടായില്ല. പക്ഷേ ഒരു എക്സ്ട്രാ ഇൻകം വേണം എന്നുള്ളൊരു ആഗ്രഹമുള്ള ഒരാളായിരുന്നു ഞാൻ. നിങ്ങൾക്കൊക്കെ അങ്ങനെയാണോ? നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ പലരും ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ എല്ലാവരും തന്നെ പല ജോലിയും ചെയ്യുന്ന ആളുകളായിരിക്കും അല്ലേ? അപ്പം നമ്മൾ ചെയ്യുന്ന മേഖലയിൽ നമുക്ക് വരുമാനം കിട്ടുന്നുണ്ട്. പക്ഷേ അത് മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോയാൽ ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അങ്ങനെയാണ് ഇപ്പോഴത്തെ പോക്ക് അല്ലേ? അങ്ങനെയല്ലേ? അപ്പം ഞാനും എന്നെ സംബന്ധിച്ചും ഒരു എക്സ്ട്രാ ഇൻകം വേണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. വലിയ കോടീശ്വരി ആവാനോ ഒന്നുമല്ല, നിത്യജീവിതത്തിലുള്ള ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളൊക്കെ ചെയ്യുന്ന ജോലിയിൽ നിന്ന് മാത്രം ചെയ്തു കഴിഞ്ഞാൽ കിട്ടില്ല എന്നുള്ളൊരു തിരിച്ചറിവ് എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നു. ചെയ്യുന്ന ജോലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടൈലറിങ് മേഖലയായിരുന്നു. സ്വന്തമായിട്ടൊരു ചെറിയൊരു ഷോപ്പ് എടുത്ത് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു മഹത്തായ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചത്. തീർച്ചയായും ഈ ബിസിനസ് എന്നെ പരിചയപ്പെടുത്തുന്നത് പോലും എൻ്റെ ഒരു പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരിയാണ്. ടൈലറിങ് മേഖലയിൽ ഒരുമിച്ച് വർക്ക് ചെയ്ത എൻ്റെ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരി സജ്ന എന്ന് പറഞ്ഞ കീഴത്തൂർ സ്വദേശിനിയായിട്ടുള്ള അവളാണ് എനിക്ക് ബിസിനസ് അവസരം പരിചയപ്പെടുന്നത്. പക്ഷെ ബിസിനസിന്റെ വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞു തന്നിട്ടൊന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് എക്സ്ട്രാ ഇൻകം വേണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളത് കൊണ്ടും ഞാൻ ചെയ്യുന്ന ജോലി അത്രമാത്രം ഹാർഡ് വർക്കായിട്ട് ചെയ്യും, ടൈം നോക്കാതെ വർക്ക് ചെയ്യും. കാരണം എനിക്ക് പൈസ വേണ്ടത് കൊണ്ട് തന്നെ അങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് അവർക്ക് തോന്നി ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ രക്ഷപ്പെടുമായിരിക്കും എന്നുള്ളൊരു ചെറിയൊരു മൈൻഡിൽ എനിക്ക് തന്നതാണ്. ജസ്റ്റ് ഒരു ഫോൺ കോൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ എൻ്റെ കടയിലേക്ക് ഈ ബിസിനസ് അവസരം പരിചയപ്പെടുത്താൻ വേണ്ടി ഒരുപക്ഷെ ദൈവം അയച്ച ദൂതർ എന്ന് തന്നെ പറയാം. എന്നെ സക്സസ് ആക്കാൻ വേണ്ടിയായിരിക്കാം. അങ്ങനെ ദൈവദൂതന്മാരായിട്ട് 2 പേര് കടന്നു വന്നു എൻ്റെ ഷോപ്പിലേക്ക്. അത് മറ്റാരുമല്ല, ഇന്ന് കമ്പനിയുടെ ഇന്റർനാഷണൽ ടീം കോർഡിനേറ്റർ സമീർ സാറും കോർഡിനേറ്റർ ടീം കോർഡിനേറ്റർ ആ ഷോപ്പിലേക്ക് കടന്നു വന്നത്. അവരാണ് എനിക്ക് ബിസിനസിന്റെ പ്ലാന് പരിചയപ്പെടുത്തുന്നത്. പക്ഷെ ബിസിനസിന്റെ പ്ലാന് പരിചയപ്പെടുത്തുമ്പോൾ പോലും എനിക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആൾക്കാരോട് കൂടുതൽ സംസാരിക്കാത്തൊരു വ്യക്തിയാണ്. വളരെ സാധാരണക്കാരിയായിട്ടുള്ള ഒരാളാണ്. കൂടുതൽ ഒരു 2-3 ആളുകൾ എൻ്റെ മുമ്പിലൂടെ നടന്നു വരുമ്പോൾ തല താഴ്ത്തി ടെൻഷൻ അടിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധാരണ രീതിയായിരുന്നു. അതുകൊണ്ട് തന്നെ അപരിചിതരായിട്ടുള്ള ഈ 2 പേരും എൻ്റെ കടയിലേക്ക് കടന്നു വന്നപ്പോൾ ഞാൻ അവരോട് കൂടുതലൊന്നും സംസാരിക്കാൻ നിന്നില്ല. എൻ്റെ കടയിൽ വന്ന് എന്തോ പറഞ്ഞു പോകുമെന്നായിരുന്നു എൻ്റെ കൂട്ടുകാർ പറഞ്ഞത്. പക്ഷെ അവർ അവിടെ ഇരുന്ന് എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ മൈൻഡിലൊന്നും കേട്ടിട്ടില്ല എന്ന് തന്നെ പറയാം. എനിക്കൊന്നും മനസ്സിലായത് പോലുമില്ല. കാരണം എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടായിരുന്നു ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കേൾക്കുന്നത് പോലും. ഇങ്ങനെ ഡയറക്റ്റ് സെല്ലിങ് ഇങ്ങനെ ഇതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. എനിക്ക് ആകെ അറിയുന്ന ഒരു തൊഴിൽ ടൈലറിങ് മാത്രമാണ്. വളരെ സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഫാമിലി ആയതുകൊണ്ട് തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ എന്താ പറയുക, സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോൾ തന്നെ ടൈലറിങ് മേഖലയിലേക്ക് പോയ ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് മറ്റു കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. അപ്പം ഇവർ പറഞ്ഞ സമയത്തും ഞാൻ മൈൻഡ് കൊടുത്തിട്ടുണ്ടായില്ല. പക്ഷെ എൻ്റെ കടയിൽ എൻ്റെ അനുജത്തിമാരായിട്ടുള്ള 2 പേരുണ്ടായിരുന്നു. എൻ്റെ സ്വന്തം അനുജത്തിയും അതേപോലെ തന്നെ എൻ്റെ അമ്മയുടെ അനുജത്തിയുടെ മകൾ. അങ്ങനെ ഞങ്ങൾ 3 പേരാണ് ആ ഷോപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അവർ ഈ സാറുമാർ പറയുമ്പോൾ
അവരെന്തൊക്കെയോ മറുപടി പറയുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്കിതൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ ഞാൻ സൈലന്റ് ആയിരുന്നു. എന്തൊക്കെയോ മൂളി കേൾക്കുന്നുണ്ടെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ തിരിച്ചു പറയുന്നുണ്ട്. പക്ഷേ പോവാൻ നേരം പറഞ്ഞ ഒരേ ഒരു കാര്യം, അവർ പറഞ്ഞ എത്രയേ ഉള്ളൂ, ഒരു സോപ്പ് വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 30 രൂപ ലാഭം കിട്ടും, ഉച്ച നേരത്തെ ഭക്ഷണത്തിനുള്ള ക്യാഷ് ആവും. അത് എവിടെയോ എനിക്കൊന്ന് കൊണ്ടു എന്ന് തന്നെ പറയാം. അങ്ങനെയാണ് ഈ ബിസിനസ്സിലേക്ക് ഞാൻ ഇൻവോൾവ് ആവുന്നത്. കാരണം അത് എൻ്റെ മൈൻഡിലേക്ക് സ്ട്രൈക്ക് ചെയ്തു. പിന്നെ പോവാൻ നേരം പറഞ്ഞ ഒരു കാര്യം, നാളെ ഒരു പ്രോഗ്രാം ഉണ്ട്, ഒന്ന് വന്ന് നോക്ക് എന്നാണ് പറഞ്ഞത്. അങ്ങനെ എക്സ്ട്രാ ഇൻകം എന്നുള്ളതും സോപ്പ് വിറ്റ് കഴിഞ്ഞാൽ 30 രൂപ ലാഭം കിട്ടും എന്നുള്ളൊരു ചിന്തയുള്ളത് കൊണ്ട് തന്നെ മെല്ലെ പിറ്റേന്ന് പ്രോഗ്രാം അറ്റൻഡ് ചെയ്തു. ആ പ്രോഗ്രാമിൽ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആ പ്രോഗ്രാമും എന്നെ വളരെയധികം സ്വാധീനിച്ചു എന്ന് തന്നെ പറയാം. കാരണം സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഫാമിലി ആയതുകൊണ്ട് കുട്ടിക്കാലം മുതലേ പണമില്ലാത്തതിൻ്റെ വേദന, പണമില്ലാത്തത് കൊണ്ട് പല സ്ഥലങ്ങളിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടായിരുന്നു. എവിടെയായാലും അവഗണനകൾ മാത്രമേ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ പല ഫങ്ഷൻസും ഒന്നും പങ്കെടുക്കാറുണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പം ചെറിയ പ്രായത്തിൽ തന്നെ പണം ഉണ്ടാക്കണം എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു. വേണ്ടേ, പണം വേണ്ടേ അല്ലേ? ലൈഫിൽ നമ്മൾ എവിടെയെങ്കിലും നമ്മൾ അംഗീകരിക്കണമെങ്കിൽ കുറച്ച് പണം നമ്മുടെ കയ്യിൽ വേണം, വേണ്ടേ? അത് അനുഭവത്തിലൂടെ ഞാൻ പഠിച്ചതാണ്. അപ്പം പൈസ ഉണ്ടാക്കണം എന്നുള്ളൊരു ചിന്തയുള്ളത് കൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ ഇതിലും എനിക്ക് ജോയിൻ ചെയ്യാൻ സാധിച്ചത്. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്ന് നമ്മളെ തിരസ്കരിക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ പ്രോഗ്രാമിൽ പോയ സമയത്ത് എന്നെ അവിടെ സ്വീകരിച്ചു. മൈലേഷ്യയിലാണ് എന്നെ ജീവിതത്തിൽ ആദ്യമായിട്ട് സ്വീകരിച്ചത് എന്ന് പറയാം. എനിക്ക് അംഗീകാരം കിട്ടിയത് മൈലേഷ്യയിൽ വന്നതിന് ശേഷമാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് എങ്ങനെയാണ് എന്നൊന്നും എനിക്കറിയില്ല. അവിടെ കയറി ചെല്ലുമ്പോൾ തന്നെയും ആകെ പരിചയമുള്ള 2 പേര് കഴിഞ്ഞ ദിവസം സംസാരിച്ച അവർ മാത്രമായിരുന്നു. എൻ്റെ കൂട്ടുകാർ പോലും അന്നും ഇന്നും എൻ്റെ കൂടെ ഈ ബിസിനസ്സിൽ എനിക്ക് സപ്പോർട്ടായിട്ട് വന്നിട്ടില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഒരു ദൈവദൂതയായിട്ടാണ് അവിടെ ബിസിനസ് എന്നിലേക്ക് എത്തിച്ചത്. അപ്പം അന്ന് അവിടെ തലേന്ന് പരിചയപ്പെട്ട ആ 2 പേര് എന്നെ വളരെ മനോഹരമായിട്ട് അവിടെ ഇരിക്കുന്ന ആളുകളെ എന്നെ പരിചയപ്പെടുത്തുകയാണ് ആദ്യം ചെയ്തത്. അതോടൊപ്പം തന്നെ അവരെല്ലാവരും ഷെയ്ക്ക് ഹാൻഡ് തന്ന് ഗുഡ് മോർണിംഗ് മാഡം എന്നും പറഞ്ഞ് വിളിച്ചിട്ടാണ് എന്നെ സ്വീകരിച്ചത്. അത് ഏറ്റവും വലിയൊരു അംഗീകാരമല്ലേ ഒരു സാധാരണക്കാരിയെ സംബന്ധിച്ച്. എന്നെ സംബന്ധിച്ച് അത് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു എൻ്റെ ലൈഫിൽ. അപ്പം വേറെ ഒന്നും എനിക്ക് മനസ്സിലായത് ഒന്നുമില്ല. പക്ഷേ ആ സ്വീകരിക്കുന്ന രീതി എന്നെ വല്ലാതെ ആകർഷിച്ചു എന്ന് തന്നെ പറയാം. അങ്ങനെ പല ആഴ്ചകളിൽ ഞാൻ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു. അങ്ങനെ ആ മോട്ടിവേഷൻ്റെ പുറത്ത് ഈ ബിസിനസ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ്. ഈ ബിസിനസ്സിൽ വലിയ ആളാവണോ എന്നൊന്നും കരുതിയിട്ടില്ല. അങ്ങനെ കുറച്ച് ഉൽപ്പന്നങ്ങളൊക്കെ എടുത്ത് ഈ ബിസിനസ്സിൽ ജോയിൻ ചെയ്തു. അങ്ങനെ ആവശ്യമുള്ള കുറച്ച് ഉൽപ്പന്നങ്ങൾ ഉണ്ടായിരുന്നു, അത് യൂസ് ചെയ്തു, നല്ല റിസൾട്ട് കിട്ടി. ഇവിടെ വന്ന് സംസാരിച്ച പലരും പറഞ്ഞിരിക്കുന്നത് എന്താണ്, പ്രോഡക്റ്റ് ഉപയോഗിച്ചു റിസൾട്ട് കിട്ടി എന്നുള്ളതാണ്. അപ്പം എനിക്കും റിസൾട്ട് കിട്ടി, അതേപോലെ തന്നെ എൻ്റെ ഫാമിലിക്ക്, എൻ്റെ മക്കൾക്കായാലും ഒക്കെ റിസൾട്ട് കിട്ടി. പതിയെ 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 സാധനങ്ങൾ മാർക്കറ്റ് ചെയ്യാനും തുടങ്ങി. കാരണം പ്രോഗ്രാമുകൾ നിരന്തരമായി അറ്റൻഡ് ചെയ്തു. അങ്ങനെ ആ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പ്രോഗ്രാമിലൂടെ കിട്ടും. അങ്ങനെയല്ലേ അല്ലേ? ഈ ബിസിനസ്സിൽ പ്രോഗ്രാം ഓറിയന്റഡ് ബിസിനസ്സാണ്. പലരും പറയും കഴിഞ്ഞ ആഴ്ച കേട്ടത് തന്നെയല്ലേ ഈ ആഴ്ചയും, എന്തിനാ പിന്നെയും പോകുന്നു എന്ന് പല ആളുകളും ചിന്തിക്കുന്നുണ്ടാവാം. ഇവിടെ ഇരിക്കുന്ന നിങ്ങളും ചിന്തിക്കുന്നുണ്ടാവാം. എല്ലാ ആഴ്ചകളിലും എന്താണ് ബിസിനസ്സിൻ്റെ പ്ലാന് പറയുന്നത് അത് തന്നെയാണ് അല്ലേ? പിന്നീട് ഒരേപോലെയാണ് പ്രോഗ്രാം കിട്ടുന്നത്. പക്ഷേ നമ്മൾ നോക്കേണ്ടത് ഇത്രയുള്ളൂ, ഈ പ്രോഗ്രാമിലൂടെയാണ് പല ലീഡേഴ്സിൻ്റെ എക്സ്പീരിയൻസ് കേൾക്കുന്നു. ചിലപ്പോൾ നമ്മളെ പോലെയുള്ള ആളുകൾ അവിടെ ഉണ്ടാവാം, സക്സസ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവാം, അവരുടെ എക്സ്പീരിയൻസ് കേൾക്കുന്നു. അപ്പം നമുക്കിത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ആശങ്കയുള്ള ആളുകൾ ഉണ്ടാവാം. എനിക്ക് വിദ്യാഭ്യാസമില്ല, ഞാൻ പ്രായം കൂടുതലായി, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പഠിക്കുന്ന ആളാണ്, ഞാൻ ഗവൺമെൻറ് ജോലി ചെയ്യുന്ന ആളല്ലേ, എനിക്ക് അങ്ങനെ പല രീതിയിൽ ചിന്തിക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള ആളുകളും നമ്മളെ പോലെയുള്ള ആളുകൾ ചിലപ്പം ഈ ബിസിനസ് ചെയ്ത് സക്സസ് ആയ എക്സ്പീരിയൻസും നമുക്ക് പ്രോഗ്രാമിലൂടെ കേൾക്കും. പിന്നെ എന്താണ്, ബിസിനസ്സിലെ പ്ലാനും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനും നിരന്തരമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ പഠിക്കൂലേ? കാരണം നമ്മൾ തമിഴ് ഗാനവും ഹിന്ദി പാട്ടൊക്കെ നമ്മൾ പാടുന്നില്ലേ അല്ലെ? നമുക്ക് ആ ഭാഷ അറിഞ്ഞിട്ടാണോ നമ്മൾ അതൊക്കെ പഠിക്കുന്നത്? അല്ല, നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ മൈൻഡ് അത് സ്വീകരിക്കും ഇല്ലേ? അങ്ങനെയല്ലേ പഠിക്കുന്നത്? ഞാനൊക്കെ അങ്ങനെയാണ്. എന്നെ സംബന്ധിച്ച് അങ്ങനെ നിരന്തരമായി ഞാൻ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. അങ്ങനെ ഒരു പ്രോഗ്രാം പോലും മിസ്സാക്കിയിട്ടില്ല. അന്ന് തൊട്ട് ഇന്ന് വരെ എനിക്ക് പറ്റുന്ന എല്ലാ പ്രോഗ്രാമുകളും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഒരിക്കലും മടി കൊണ്ടോ അങ്ങനെയുള്ള ഒരു കാരണം കൊണ്ട് ഞാൻ പ്രോഗ്രാം മിസ്സാക്കാറുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫിൽ സക്സസ് ആവണം, വേണ്ടേ?
കളിയാക്കിയെ അവഗണിച്ച് പരിഹസിച്ചൊക്കെ ആളുകളുടെ മുമ്പിൽ ഒരു നാളെങ്കിലും വിജയിച്ച് കാണിച്ചു കൊടുക്കണം എന്നുള്ളത് ഇന്ന് എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്തും നമുക്കറിയാം പലരുടെയും അടുത്തേക്ക് നമ്മൾ പ്രതീക്ഷയോടുകൂടി പോകും. കാരണം ബിസിനസ് എനിക്ക് ചെറിയ രീതിയിൽ മനസ്സിലായി. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് കുറേ പേരെ ഈ ബിസിനസ്സിലൂടെ സക്സസ് ആക്കണം എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു. കാരണം ഞാൻ ചിന്തിച്ചത് ഞാൻ എന്തായാലും ഈ ബിസിനസ്സിലൂടെ വിജയിക്കും. കാരണം കുറച്ച് പ്രോഗ്രാം അറ്റൻഡ് ചെയ്തപ്പോൾ ബ്ലൈൻഡ് ബിലീഫായിരുന്നു. എന്നെ സംബന്ധിച്ച് കാണുന്നതെല്ലാം വിശ്വസിക്കുന്ന ഒരാളായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ പ്രോഗ്രാം എന്നെ നല്ല മോട്ടിവേറ്റ് ചെയ്തു. അതേപോലെ തന്നെ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യസന്ധമാണ്. അപ്പോൾ അവർ വിജയിച്ചിട്ടുണ്ട്, അപ്പോൾ എനിക്കും വിജയിക്കാൻ പറ്റും എന്നുള്ളൊരു ചിന്ത എൻ്റെ ഉള്ളിലുണ്ട്. അപ്പം ഞാൻ വിജയിക്കുമെന്ന് തീരുമാനിച്ചു. അപ്പോൾ അതിനുശേഷം എന്താണ്, നമുക്ക് പുതിയ ആളുകളെ ഈ ബിസിനസ് പരിചയപ്പെടുത്തണം. അപ്പം അതുകൊണ്ട് തന്നെ ആദ്യം ഫാമിലിയിലേക്ക് തന്നെ പോകാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഫാമിലി ഫ്രണ്ട്സ് അങ്ങനെ പോയി. അപ്പം ഫാമിലിയിലേക്ക് പോയ സമയത്തും എൻ്റെ അനുജത്തിയും ഇളയമ്മയുടെ മകളും അവളൊക്കെ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. പിന്നീട് നമുക്കുണ്ടാവല്ലോ ഒരുപാട് ബന്ധുക്കൾ, സുഹൃത്തുക്കളൊക്കെ. അങ്ങനെ പലരുടെയും അടുത്ത് പ്രതീക്ഷയോടുകൂടി പോയി. പക്ഷെ പല ആളുകളും ബിസിനസ് ചെയ്തിട്ടില്ല. എല്ലാവരും കളിയാക്കി വിടുവാണ് എന്നെ ചെയ്തത്. പല ആളുകളും കളിയാക്കി അവഗണിച്ചു, പരിഹസിച്ചു, ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തി പല